പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന വാക്ക് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിനെപ്പറ്റി അറിയത്തില്ലാത്തവർ ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ചയ്ക്കെടുക്കുന്നത് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്, ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയവ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്താണ് എന്ന് നോക്കാം. നമ്മൾ കഴിക്കുന്ന അന്നജം നമ്മുടെ ശരീരത്തിലേക്ക് ദഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ രക്തത്തിലേക്ക് കലരുന്നത് ഗ്ലൂക്കോസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന അന്നജം എത്ര വേഗത്തിലാണ് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത് എന്ന് കാണിക്കുന്ന ഒരു സൂചികയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. ഏറ്റവും കൂടിയ ഗ്ലൈസീമിക് ഇൻഡെക്സ് നമ്മൾ ഗ്ലൂക്കോസിൻ്റെയാണ്. അത് 100 എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വെച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 55-ൽ താഴെ ആയിരിക്കണം. അതേസമയത്ത് 70-ൽ കൂടുതലുള്ള ഒരു ഭക്ഷണ സാധനമാണെങ്കിൽ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതൽ എന്നാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പല അപകടങ്ങളും ഉണ്ടാകാം, പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതായത് പ്രമേഹം ഇല്ലാത്തവർക്ക് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹം ഉള്ളവർക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്തുവാൻ വളരെയധികം ബുദ്ധിമുട്ട് വരും. രക്തത്തിലെ പഞ്ചസാര റോക്കറ്റ് പൊങ്ങുന്ന പോലെ ഷൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതവർക്ക് മറ്റു പല അപകടങ്ങൾക്കും കാരണമാകും. ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ പെട്ടെന്നുണ്ടാകുവാൻ അത് കാരണമാകും. അപ്പോൾ പ്രമേഹ രോഗികളെ സംബന്ധിച്ച് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ പറ്റി അറിഞ്ഞിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ചാൽ ഡയബറ്റീസ് ഉണ്ടാകാം, ഡയബറ്റീസ് നിയന്ത്രിച്ച് നിർത്താൻ ബുദ്ധിമുട്ട് വരാം, ഹാർട്ട് അറ്റാക്ക് വരാം, ഒബീസിറ്റി വരാം തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. ഇനിയും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല നേട്ടങ്ങളുമുണ്ട്. നമുക്ക് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്താം, പ്രമേഹമില്ലാത്തവർക്ക് പ്രമേഹം ഉണ്ടാകുകയില്ല, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും, ഒബീസിറ്റി വരത്തില്ല. ഇത് മാത്രമല്ല ചില ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പോലും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഉദാഹരണം ബ്രസ്റ്റ് ക്യാൻസർ, കോളൻ ക്യാൻസർ തുടങ്ങിയവയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. ഇനിയും നമുക്ക് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒരു ഭക്ഷണപദാർത്ഥത്തിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് അതനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യാം. ഏറ്റവും പ്രധാനം ഭക്ഷണ സാധനങ്ങളിൽ നാരുകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ GI ഇൻഡെക്സ് കുറയും എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ കഴിക്കുന്ന ധാന്യത്തോടൊപ്പം നമ്മൾ പച്ചക്കറികൾ ധാരാളം കഴിക്കുകയാണെങ്കിൽ പച്ചക്കറികളിലെ നാരുകൾ ധാരാളമുണ്ട്. ആ നാരുകളുടെ സാന്നിധ്യം ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയ്ക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ടോട്ടൽ ഭക്ഷണത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് നല്ലപോലെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നാരുകൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം താല്പര്യമെടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയുവാൻ അത് വളരെയധികം സഹായിക്കും. രണ്ടാമതായിട്ട് ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിഫൈൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് വീട്ടിൽ നെല്ല് കുത്തുമ്പോൾ നമ്മളതിൻ്റെ തവിട് നീക്കം ചെയ്യുന്നില്ല. അതേ സമയത്ത് ഫാക്ടറിയിൽ നെല്ല് കുത്തുമ്പോൾ അതിൻ്റെ തവിട് നീക്കം ചെയ്യുന്നു. തവിടിനകത്താണ് നാരുകളുള്ളത്. അപ്പോൾ ആ നാരുകൾ നീക്കം ചെയ്യുന്നത് കൊണ്ട് തവിട് നീക്കിയ അരിയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അതേ സമയത്ത് തവിടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ഫ്രൂട്ട്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് പഴുക്കും തോറും അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഫ്രൂട്ട്സ് കൂടുതൽ പഴുക്കുമ്പോൾ അതിന് കൂടുതൽ മധുരം വരും. അതിൻ്റെ കാരണം അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടി എന്നുള്ളതാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട് ജ്യൂസാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓരോ ഭക്ഷണ സാധനത്തിൻ്റെയും ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കും. എല്ലാ ധാന്യങ്ങളും ഒരുപോലെയല്ല. ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയവയുണ്ട്, കുറഞ്ഞവയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റ് വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ GI ഇൻഡെക്സ് കൂടിയവയുമുണ്ട്, കുറഞ്ഞവയുമുണ്ട്. ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിലും GI ഇൻഡെക്സ് കൂടിയവയുണ്ട്, കുറഞ്ഞവയുണ്ട്. അപ്പോൾ എല്ലാ ആഹാര സാധനങ്ങളുടെയും ഗ്ലൈസീമിക് ഇൻഡെക്സ് നമ്മൾ അറിഞ്ഞിരിക്കുക വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ GI ഇൻഡെക്സ് കൂടിയതേവ കുറഞ്ഞവയേവ എന്നതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്ക് സമാഹരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അത് നിങ്ങൾ ഭക്ഷണപദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ധാന്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. നമ്മൾ തവിട് നീക്കിയ അരി, അതായത് തവിട് നീക്കിയ ചാക്കരി, പച്ചരി, കുത്തരി തുടങ്ങിയവയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 60 മുതൽ 69 വരെയാണ്. തവിടുള്ള കുത്തരിയുടെ ആണെങ്കിൽ അത് 40 മുതൽ 49 വരെയാണ്. ഇനിയും മറ്റു ഭക്ഷണ സാധനങ്ങളുടെ കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. പച്ചക്കറികളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയവയുണ്ട്, കുറഞ്ഞവയുണ്ട്. അപ്പോൾ പച്ചക്കറികളിലെ ഏറ്റവും ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഒന്നാണ് പൊട്ടറ്റോ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, സ്വീറ്റ് കോൺ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസ്, ഇവയെല്ലാം ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ പച്ചക്കറികളാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞ
കുറഞ്ഞ ഭക്ഷണ സാധനമാണ് നമ്മളുടെ ഇലക്കറികൾ. വളരെ കുറവാണ് അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ്. അപ്പോൾ ഇലക്കറികൾ കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ടൊമാറ്റോയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവാണ്, ഏതാണ്ട് 16 എന്നാണ്. അപ്പോൾ പ്രമേഹ രോഗികൾക്കൊക്കെ ഈ ടൊമാറ്റോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. ഇനി ഫ്രൂട്ട്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയവയുണ്ട്, കുറഞ്ഞവയുണ്ട്. ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയ പഴങ്ങളാണ് നമ്മൾ ബനാന, അതുപോലെ തന്നെ മാംഗോയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 50 ഉള്ളൂ, എന്നാലും അത് കൂടുതലകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാട്ടർമെലോണിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റോബസ്റ്റ, അതുപോലെ തന്നെ ഞാലിപ്പൂവൻ, പാളയംകുടൽ തുടങ്ങിയവയുടെ ഒക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. ചക്കപ്പഴത്തിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സും വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങളുണ്ട്. പ്രമേഹ രോഗികൾക്കാണ് അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. പ്രമേഹം വരാതിരിക്കുന്നവർക്കും അത് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴമാണ്, ഏറ്റവും കുറഞ്ഞതാണ് ആപ്പിളിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 36 ഉള്ളൂ. ഓറഞ്ചിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ പപ്പയ, അതുപോലെ തന്നെ നമ്മുടെ പേരയ്ക്ക, ഇവയുടെയൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ്. ഗ്രേപ്സിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ്. അതുപോലെ തന്നെ ബെറീസ്, പലതരത്തിലുള്ള ബെറീസ് ഉണ്ട്, ബ്ലൂബെറീസ്, സ്ട്രോബെറീസ്, ഇവയുടെയൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവുള്ള പഴങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് 0 ആയിട്ടുള്ള ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ചില ഭക്ഷണ സാധനങ്ങളുണ്ട്. അതായത് മീറ്റ്, ചിക്കന്, അതുപോലെ തന്നെ ഫിഷ്, എഗ്ഗ്, ഇവയുടെയൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 0 ആണ്. ഇനി നമുക്ക് ചില മധുര പദാർത്ഥങ്ങളുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് നോക്കാം. ഗ്ലൂക്കോസിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഞാൻ പറഞ്ഞു, അത് 100 എന്നാണ് പറഞ്ഞത്. നമ്മുടെ പഞ്ചസാരയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 68 ആണ്. അതുപോലെ തന്നെ ശർക്കരയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണെങ്കിൽ ഏതാണ്ട് 80 മുതൽ 90 വരെയാണ്. നമ്മുടെ തേനിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണെങ്കിൽ 58 ഉള്ളൂ. അപ്പോൾ പോഷക വിദഗ്ധർ പറയുന്നത് ശർക്കരയേക്കാൾ നല്ലത് തേനാണ് എന്നാണ്. കാരണം അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് അല്പം കുറവാണ്. അത് തന്നെയല്ല, അതിനകത്ത് ഒത്തിരി മിനറൽസും മറ്റും ഉണ്ട് താനും. അപ്പോൾ ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഗ്ലൈസെമിക് ഇൻഡെക്സിൻ്റെ പ്രാധാന്യം എന്താണ്, പ്രമേഹ രോഗികൾക്ക് അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്, അതുപോലെ തന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞവയും കൂടിയവയുമായ ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറിവ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ രോഗപ്രതിരോധത്തിനും വളരെയധികം സഹായിക്കുന്ന അറിവുകളാണിത്. ഈ അറിവ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവർ കൂടി ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.